ربكما تكذبان صدق الله العلي وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا ومصطفانا ومرشدنا محمد صلى الله عليه وسلم: ذكر الأنبياء عبادة وذكر الصالحين كفارة. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، فليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكل ماني من شر الحياة ومن شر الممات ومن هراق جثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم، يزوره كل مشتاق ولكنه في بيته قد يلاقي مهي الدين. يا مهي الدين يا مهي الدين يا مهي الدين عبد القادر الجيلاني. ആദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, കാരണവന്മാർ, മറ്റ് എന്റെ സംസാരം ശ്രമിക്കുന്ന സഹോദര സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയുള്ള സ്വാലിഹായ നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ സുഖലോക സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ നമ്മെ നമ്മോട് ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ, നമ്മോട് ബന്ധപ്പെട്ട, നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിച്ചിരുന്ന, നമ്മെ സഹായിച്ചിരുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഊണുമുറക്കമില്ലാതെ പ്രവർത്തിച്ച പല ആളുകളും ഖബറിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുണ്യങ്ങളുടെ ഭൂക്കാലമായ പരിശുദ്ധ റമളാനിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. നാം സന്തോഷപൂർവം ആ മാസത്തെ സ്വീകരിച്ചു. അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞു. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും മദ്രസകളിലും പള്ളികളിലുമൊക്കെ അവിടുത്തെ മൗലിദ് ഓതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാൽ റബീഉൽ അവ്വൽ മാസം കഴിയുന്നതോടുകൂടി നമ്മിലേക്ക് കടന്നു വന്ന ഒരു പവിത്രമായ മാസമാണ് റബീഉൽ ആഖിർ മാസം. റബീഉൽ അവ്വൽ ഒരു വസന്തമായിരുന്നുവെങ്കിൽ മറ്റൊരു വസന്ത മാസം തന്നെയാണ് റബീഉൽ ആഖിർ മാസം. റബീഉൽ അവ്വൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാക്കളിൽ അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട മാതാവ് മുഖേനയും പിതാവ് മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വലിയ നേതാവായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്തായ അവിടുത്തെ അനുസ്മരിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ പവിത്രമായ മാസം. ഈ മാസം വരുമ്പോൾ പഴയകാലം മുതൽക്ക് തന്നെ നമ്മുടെ വീടുകളിലും പള്ളികളിലുമൊക്കെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദുകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ റാത്തീബ്, ഖുതുബിയ്യത്ത്, ഇതൊക്കെ നമ്മുടെ നാടുകളിൽ പഴയകാലം മുതൽക്ക് തന്നെ നടക്കുന്ന ഒരു പവിത്രമായ സദസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ മാസത്തിൽ നാം ഒരുമിച്ച് കൂടിയെങ്കിൽ ഇപ്പോൾ നാം ഒരുമിച്ച് കൂടുന്നതും ഒരു നിലക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. 23 വർഷക്കാലം ദീനീ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഞാനൊന്നും തിരിച്ചു ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കണം, ഇതല്ലാതെ എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പരയിലാണ് ബനൂ ഇസ്രായേൽ കഴിഞ്ഞുപോയ സർവ്വനബിമാരും കഴിഞ്ഞുപോയത്. ഒട്ടനേകം അമ്പിയാക്കൾ ബനൂ ഇസ്രായേൽ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ഉള്ള ഏകനബി സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കൾക്കും പകരമായി കടപിടിക്കാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ കഴിഞ്ഞ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല. ഇതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ ഒട്ടനേകം കുത്തുബുകളും ഔത്തുകളും മഹാന്മാരും കഴിഞ്ഞുപോയത് എല്ലാം ഹുസൈനി പരമ്പരയിലാണ്. അവരെയൊക്കെയും വെല്ലാൻ അതിനൊക്കെയും പകരമായി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്ന ഏക കുത്തുബ് മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അദീ തങ്ങൾ മാത്രമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും കുടുംബ പരമ്പരയിൽ വന്നവർക്കാണല്ലോ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. മറജൽ ബഹ്റൈനിയൽ തഖിയാൻ, ഇരു സമുദ്രങ്ങളാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിവെച്ചു, കലർത്തി. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ മഹത്വം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ രണ്ടുപേരും കൂടി സംഗമിക്കുമ്പോൾ യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ, അതിലൂടെയാണ് സയ്യിദന്മാർ അഹ്ലു ബൈത്ത് ഉടലെടുക്കുന്നത്.
എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പിറന്ന കുഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുഞ്ഞായി പരിഗണിക്കുകയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. രണ്ടുപേരുടെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ആ വലിയ മഹത്വം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്ക് കുട്ടികളൊന്നിട്ടില്ല. അതിന്റെ ഇടയിൽ ഒരു തടസ്സവസ്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വലിയ മഹത്വത്തിന്റെ ഉടമയാണ് മഹാനായ ഇബ്നു ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അതോടുകൂടി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ അവരുടെ നേതാക്കന്മാരുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് 100% പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നു. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ അസ്സവാഇഖുൽ മുഹ്ലികയിൽ പറയുന്നു, വഗൈറുൽ മഅസൂമി ഖദ് യകൂനു മഹ്ഫൂളാ. നബി അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് ദോഷത്തിൽ നിന്ന് പ്രകൃതിപരമായി ദോഷത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള വലിയൊരു തൗഫീഖ്. എന്നാൽ മഅസൂമല്ലാത്ത ആളുകൾ, ചില ആളുകൾ ഖദ് യകൂനു മഹ്ഫൂളാ, അവർ മഹ്ഫൂദീങ്ങളാകും. എന്നാൽ അതിനർത്ഥം ചില ആളുകളിൽ നിന്ന് ജീവിതത്തിൽ തീരെ ദോഷങ്ങൾ വരാതിരിക്കാം. ഇനി അഥവാ ഏതെങ്കിലും ആളുകളുടെ പക്കൽ നിന്ന് ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അത് വിശദീകരിക്കുന്നു. ഖൗലുൽ ഖുശൈരി, മഹാനായ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു ഒരു നിബന്ധന വെച്ചു, من شرط الولي أن يكون محفوظا كما أن شرط النبي أن يكون معصوما. അമ്പിയാക്കൾ മഅസൂമാവൽ നിബന്ധനയുണ്ടെങ്കിൽ ഔലിയാക്കൾ മഹ്ഫൂദാവൽ ഷർത്താണ്. ഇതിനർത്ഥം രണ്ട്, ഒന്നിരിക്കൽ ജീവിതകാലത്തിൽ അവരുടെ ഭാഗത്തിൽ ദോഷം വരില്ല. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ലബാദറ ഇല തൗബ, തൗബയിലേക്ക് അവർ ഉണരുമായിരുന്നു. ദോഷം വരാം, ദോഷം വരൽ അസംഭവ്യമല്ല. എന്നാൽ ജീവിതകാലത്ത് തീരെ ദോഷം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അല്ലാഹുവിന്റെ മഹത്തുക്കളിൽ അവരുടെ നേതാക്കന്മാരുടെ നേതാവാണ് മഹാനായ ഇബ്നു ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ എന്ന പദവിയിൽ എത്തണമെങ്കിൽ തന്നെ വലിയ വാക്കിനർത്ഥം അല്ലാഹുവിന്റെ കൽപ്പനകൾ 100% പ്രവർത്തിക്കാമെന്നും അല്ലാഹുവിന്റെ വിരോധനകൾ 100% കൈവടിയാമെന്നും ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് വലിയ. അങ്ങനെ അവർ ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. വലിയ എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്: ഏറ്റെടുത്തവൻ, അതേപോലെ ഏറ്റെടുക്കപ്പെട്ടവൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ 100% പ്രവർത്തിക്കാമെന്ന് അവർ ഏറ്റെടുക്കുന്നു. അല്ലാഹുവിന്റെ വിരോധനകൾ 100% കൈവടിയാമെന്ന് അവർ സ്വയം ഏറ്റെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ് കുറെ അത്ഭുതങ്ങൾ കാണിക്കുകയല്ല. മഹാനായ അബൂ യസീദ് അൽ-ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ ഉതിയ മിനൽ കറാമാതി ഹത്താ യർതഫിയ ഫിൽ ഹവാ. ഒരാൾക്ക് ഒട്ടനേകം അത്ഭുതങ്ങൾ, കറാമത്തുകൾ നൽകപ്പെട്ടാൽ തന്നെയും ഫലാ തസ്തർഹു ബിഹി, അവന്റെ വഞ്ചനയിൽ നീ പെട്ടുപോകരുത്. ഹത്താ തൻദുറു, നീ ശ്രദ്ധിക്കണം. ഇന്നൽ അംരി ബിൽ മഅറൂഫ്, കൽപ്പനകൾ പ്രവർത്തിക്കുന്നതിൽ വിരോധനങ്ങൾ കൈവടിയുന്നതിൽ അവർക്ക് ശ്രദ്ധയുണ്ടോ എന്ന് നീ ചിന്തിച്ചിട്ടായിരിക്കണം അവന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ടതെന്ന് മഹാനായ അബൂ യസീദ് അൽ-ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിരിക്കണം.
ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ കറാമത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കും അൽ ഇസ്തിഖാമ. അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖും അതോടുകൂടി വിരോധനകളുടെ കൈവടിയാനുള്ള ഒരു വലിയ തൗഫീഖ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു പദവിയാണ്. അല്ലാഹുവിന്റെ വിരോധനകളിൽ നിന്ന് 100% കൈവടിഞ്ഞു നിൽക്കാൻ വലിയൊരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മഹത്വം, വലിയ തൗഫീഖ് തന്നെയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനേകം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് നൽകിയിട്ടുള്ള വലിയ സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സ്ഥാനം തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രകൃതിപരമായ ഒരു തൗഫീഖ് അവർക്ക് കൊടുത്തു എന്നതാണ്. ഇതുപോലെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അനുഗ്രഹം അത് തന്നെയാണ്. എന്നാൽ ഈ നിലയ്ക്ക് ശ്രദ്ധിച്ചു നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ എന്ന പദവി നൽകുന്നുവെങ്കിൽ ഈ ഔലിയാക്കളിൽ പെട്ടതായിരിക്കുന്ന നേതാവ്, ഇതിന്റെയും നേരെ പദവിയാണ് ഖുതുബി എന്ന പദവി. ഔലിയാക്കളുടെ നേതാവ് എന്ന പദവി അതിന് ചെറിയ പദവിയെ അല്ല. ഭൗതികമായ ലോകത്ത് MLA ആയി നിയമിക്കപ്പെടുന്ന സമയത്ത്, മന്ത്രിയായി നിയമിക്കപ്പെടുന്ന സമയത്ത് പല സ്വീകരണങ്ങളും നൽകപ്പെടാറുണ്ട്. ഇതുപോലെ ഔലിയാക്കളുടെ മേഖലയിൽ ആത്മീയ രംഗത്ത് ഒരു മനുഷ്യന് കുത്തുവായി നിയമിക്കപ്പെടുന്ന സമയത്ത് പല സ്വീകരണങ്ങളും നൽകപ്പെടാറുണ്ട്. മഹാനായിരിക്കുന്ന നബി റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് അബുൽ ഖാസിം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കലും സ്വപ്നം കാണുന്നു, അങ്ങാടികളൊക്കെയും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, മാലകൾ തൂക്കിയിട്ടുണ്ട്, തോരണങ്ങൾ തൂക്കിയിട്ടുണ്ട്, ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്? അങ്ങാടികൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി കിട്ടുന്നു, ഇമാം നബി റളിയല്ലാഹു അൻഹുവിന് ഖുതുബായി നിയമിക്കപ്പെടുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. ആത്മീയ ലോകത്ത് ഇമാം നബി റളിയല്ലാഹു അൻഹുവിന് ഖുതുബായി നിയമിക്കപ്പെടുന്ന സമയത്ത് നബി റളിയല്ലാഹു അൻഹു സ്വീകരണം നൽകുന്നു. മഹാനായ അബുൽ ഖാസിം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ഈ നേതാവിനെ അന്വേഷിച്ചിറങ്ങി പിറ്റേന്ന് രാവിലെ ഡമസ്കസിൽ ചെന്നു. നബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ മറുപടി ലഭിക്കുന്നു, ഹുവ ശൈഖു ദാരിൽ ഹദീസ്, മദ്രസത്തുൽ നിസാമിയയിൽ ഉസ്താദാണ്, അവിടുത്തെ പ്രിൻസിപ്പലാണ്, അവിടുത്തെ ആത്മീയ രംഗത്തിന് നേതൃത്വം നൽകുന്ന മഹാനാണ്. ഞാൻ ഇമാം നബി റളിയല്ലാഹു അൻഹു നേരിട്ടൊന്ന് കാണാൻ വേണ്ടി മഹാനവർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് ചെന്നപ്പോ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് പറയുന്നു, ഉക്തുമ്മാ മഅക വലാ തുഹദ്ദിദ് ബിഹി അഹദാ, മോനെ നീ കണ്ടത് ഒരാളോടും പറഞ്ഞു പോകരുത്, നീ കണ്ടതൊക്കെ ഇനി മറച്ചു വെക്കണമെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടത്, ആത്മീയ രംഗത്ത് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ കുത്തുമായി നിയമിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക ലോകത്ത് പല സ്വീകരണങ്ങളും പലർക്കും നാം കൊടുക്കാറുള്ളത് പോലെ ആത്മീയ രംഗത്തും പല സ്വീകരണങ്ങളും നൽകപ്പെടാറുണ്ട്. എന്നാൽ മഹാനായ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അദീം തങ്ങൾ കേവലം ഒരു വലിയ മാത്രമല്ല, ഔലിയാക്കളുടെ നേതാവായിരുന്ന കുത്തുബ് മാത്രമല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാക്കന്മാരുടെ നേതാവ് എന്ന പദവിയിൽ മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പല പണ്ഡിതന്മാരും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ട്. മഹാനായ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടക്കം മഹാനായ സയ്യിദു സൂഫിയാക്കളുടെ നേതാവായിരിക്കുന്ന ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടക്കം വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
അലാ റഖബതി ബിഗൈരി ജുഹൂദ്. എന്റെ പെരടി വരെ അദ്ദേഹത്തിന്റെ കാലിന് കീഴിലാണ് എന്ന് മഹാനായ റളിയല്ലാഹു പറയുന്നു. പറഞ്ഞതെന്താണ്? റഖബതി, എന്റെ പെരടി അലാ ഖദമിഹി, അദ്ദേഹത്തിന്റെ ചെരിപ്പടിക്കാരന്റെ കീഴിലാണ് എന്റെ പെരടിയുള്ളത് എന്ന് മഹാനായ റളിയല്ലാഹു വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, ഖുതുബയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ഇത്? ആരെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ആ നേതാവിന്റെ കീഴിലാണ് എന്നാണല്ലോ പറഞ്ഞത്. മഹാനായ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, വരാനിരിക്കുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആ വരാനിരിക്കുന്ന മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എല്ലാ ഔലിയാക്കളും എന്റെ കാലിന് കീഴിലാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. അതിൽ മെമ്പറാണ് ഞാൻ അവിടുത്തെ കീഴിലാണ് എന്ന് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കുന്നു, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ളവരാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൗതികമായി കണ്ടുകൊണ്ട് മുഅ്മിനായി കാണാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബികൾ. ഈ സ്വഹാബികൾ കഴിഞ്ഞാൽ അൽ അയ്മത്തുൽ അർബഅ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ളതായിരിക്കുന്ന വലിയ മഹത്വമുള്ളതായിരിക്കുന്ന മഹാത്മാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ള നേതാവ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണെന്ന് മഹാനായ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തതായി കാണാം. അപ്പൊ എല്ലാ നിലക്കും അല്ലാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഈ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മുടെ നാടുകളിൽ പഴയകാലം മുതൽക്ക് തന്നെ അവിടുത്തെ മദ്ഹ് ഉൾക്കൊള്ളുന്നതായി ഇവിടെ കുത്തുബിയത്ത് നടത്താറുണ്ട്. കുത്തുബിയത്ത് രണ്ട് രൂപത്തിൽ നമ്മുടെ നാടുകളിൽ നടത്താറുണ്ട്. ഒന്ന്, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം ലഭിക്കാൻ വേണ്ടി, എന്തെങ്കിലും വലിയ വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയങ്ങൾ നമുക്ക് പൂർത്തീകരിച്ച് ലഭിക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ പഴയകാലത്ത് കുത്തുബിയത്ത് നടക്കാറുണ്ട്. ഇന്നും അതുപോലെ ചില നാടുകളിലും നമ്മുടെ വീടുകളിലും ഒക്കെ നടക്കാറുമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കരസ്ഥമാവാറുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരുമാറാവട്ടെ. എന്നാൽ നമ്മുടെ നാടുകളിൽ പഴയകാലം മുതൽക്ക് തന്നെ ഒരു ചെറുതായിട്ട് മാസങ്ങളിൽ നടക്കുന്ന ഒരു ചെറുതായിട്ട് നാം ദിവസവും ഹജ്ജാദാത്തീവ് നമ്മുടെ പള്ളികളിൽ നടത്താറുണ്ട്. ഓരോ വ്യക്തികളും പള്ളിയിൽ വെച്ചുകൊണ്ട് പങ്കെടുക്കാത്ത ആളുകൾ വീട്ടിൽ വെച്ച് നടത്താറുണ്ട്. അത് ദിവസത്തിൽ നടക്കുന്ന വിരുദ്ധാണെങ്കിൽ മാസത്തിൽ നമ്മുടെ നാടുകളിൽ പഴയകാലം മുതൽക്ക് തന്നെ കുത്തുബിയത്ത് നടക്കാറുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ കുറിച്ച് പറയുന്നത് ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ, സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ ദോഷം പൊറിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദോഷം പൊറിപ്പിക്കുമെന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സ്വാലിഹീങ്ങളിൽ മെമ്പറാണ്, സ്വാലിഹീങ്ങളുടെ നേതാവാണ് എന്നാണ് നേരത്തെ നാം പറഞ്ഞത്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷം ഉറപ്പിക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖുതുബിയത്തിന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി ദായിമൻ അബദാ എന്ന് തുടങ്ങുന്ന ഈ ബൈത്ത്, ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അടങ്ങിയിരിക്കുന്നത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹുകളാണ്. കായൽ പട്ടണത്തിൽ ശ്രമം കൊള്ളുന്ന മഹാനായിരുന്ന സദഖത്തുല്ലാഹി റളിയല്ലാഹു അൻഹുവാണ് ഈ പദ്യമുണ്ടാക്കിയത്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ അവിടുത്തെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടി ബഗ്ദാദിലെത്തി.
എന്തോ ചില തടസ്സങ്ങൾ കാരണത്താൽ ബഗ്ദാദിൽ സിയാറത്ത് ചെയ്യാൻ ബഗ്ദാദിൽ എന്ന നാടിലെത്തിയിട്ടുണ്ടെങ്കിലും മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ, മഖ്ബറ സിയാറത്ത് ചെയ്യാൻ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗ്യമുണ്ടായില്ല. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിച്ചുപോയി. ഇന്ന് പലസ്തീനിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും മറ്റ് രാഷ്ട്രങ്ങളിലേക്കും ഒക്കെ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നാം പോവാറുണ്ടെങ്കിലും മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ബഗ്ദാദിൽ ഇന്നും പോകുന്നതിലേക്ക് നിയമ തടസ്സങ്ങളുണ്ട്. പക്ഷേ ബഗ്ദാദിലേക്ക് സ്വന്തമായി വിസയെടുത്ത് പോകാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇന്നും നിയമ തടസ്സങ്ങൾ ഉള്ളതുപോലെ മഹാനായിരിക്കുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് എന്തോ ചില കാരണങ്ങൾ മുഖേന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തായി കിടക്കുന്ന നാടായ ബഗ്ദാദിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ടെൻഷനായി ദുഃഖിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നു. മഹാനായ സ്വലല്ലാഹു റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമായി. അതിനിടയിലാണ് സ്വലല്ലാഹു റളിയല്ലാഹു അൻഹു ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അദീ തങ്ങൾ സ്വപ്നത്തിലൂടെ കാണുന്നു. സ്വപ്നത്തിലൂടെ കണ്ട സമയത്ത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മഹാനായ സ്വലല്ലാഹു തങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദദ് ചെയ്തുകൊണ്ട് പദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാദിഹു റസൂൽ എന്ന പേരിൽ അർഹനാണ് നിങ്ങൾ. എന്നാൽ അത് സ്വാഗതാർഹം തന്നെയാണ്. ഈ സാധുവായി എന്ന് നിങ്ങൾ മറന്നുപോയോ? ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെ കിടാവായ എന്ന് നിങ്ങൾ മറന്നുപോയോ? ഈ ചോദ്യം കേട്ടപ്പോൾ ഉറക്കലിൽ നെറ്റിയുണർന്ന ശേഷം മഹാനായ സ്വല്ലല്ലാഹു നമുക്ക് വിഷയം പിടികിട്ടി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മദദ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ എന്നോട് കൽപ്പിച്ചത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിൽ പണ്ട് നിരസിൽ തസവ്വുഫിന്റെ ഗ്രന്ഥമായി നാം അല്ലെങ്കിൽ ഓതി കൊടുക്കുന്ന ഗ്രന്ഥമാണ് അവസാനത്ത്. ഇതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ് സ്വലാഹുദ്ദീൻ. ഈ ഗ്രന്ഥങ്ങളുടെ എപ്പോഴും രചയിതാക്കളുടെ ഉസ്താദാണ് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിലൂടെയുള്ളതായിരുന്ന നിർദ്ദേശം മുഖേന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ടാണ് മഹാനായ സ്വല്ലല്ലാഹു അൻഹു ഉത്തരീയത്തിന്റെ പദ്യമുണ്ടാക്കുന്നത്. അതിന്റെ തുടക്കത്തിലുള്ള ഫാത്തിഹയും മറ്റ് ദിക്റുകളും മഹാനായ സ്വല്ലല്ലാഹു ഉണ്ടാക്കിയതല്ല. മഹാനായ സയ്യിദ് മഖ്ദൂം രചയിതാവായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പേര് കിടക്കൽ ഒരു വ്യക്തിയാണ് ഈ ഫാത്തിഹയും മറ്റുള്ളതൊക്കെയും കൂട്ടിച്ചേർത്തത്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മദ്ഹാണ് ഉത്തരീയത്തിന്റെ വൈദ്യരുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നാം ഒത്തിരി നടത്താറുണ്ട്, നമുക്ക് ആവശ്യം നിറവേറാറുണ്ട്. എന്നാൽ ആവശ്യങ്ങളൊന്നുമില്ലാതെ മാസത്തിലും ആഴ്ചകളിലും ഒരു ബിരുദായിട്ട് തന്നെ കുത്തിരി നടത്താം. കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വദിക്റു സ്വാലിഹീന കഫാറാ, സജ്ജനങ്ങളെ കുറിച്ച് പറയുന്ന ദോഷം പൊറുപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുന്നു, ഈ മാസത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത് കോഴിയെ നേർച്ചയാൻ കാണുന്നുണ്ട്, ആടിനെ നേർച്ചയാൻ കാണുന്നുണ്ട്. പഴയ കാലത്ത് ഒട്ടുമിക്ക വീടുകളിലും കോഴിയെ വളർത്താറുണ്ട്. കോഴിയെ വളർത്തുന്നത് ബർക്കത്താണ്, ഐശ്വര്യമാണ്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയോട് ഒരിക്കൽ പറഞ്ഞല്ലോ, മോനെ കുന്തിക്ക, നീ ഒരു കോഴിയെ പോലെയാവണം. അതിനർത്ഥം ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞതാണ്, നീ ഒരു ദിക്ർ ചൊല്ലുന്ന ജീവിയാവണം. കോഴി സുബഹിക്കമ്മെ വിളിച്ചുണർത്താറുണ്ട്. കോഴി പോകുന്നത് ദിക്റാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. കോഴിയെ വളർത്തുന്നത് വലിയ ബർക്കത്താണ്, ആടിനെ വളർത്തുന്നത് വലിയ ബർക്കത്താണ്. പണ്ഡിതന്മാരെ വ്യക്തമാക്കുന്നു. അപ്പോൾ കോഴിയെ വളർത്തുന്നതിനിടയിൽ ചില കോഴികളെ നാം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്
മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് നേർച്ചയാക്കുന്ന പതിവ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നോ നമ്മുടെ നാടുകൾ കോഴി വളർത്തുന്നതില്ല, കോഴി തന്നെ നമ്മുടെ വീടുകളില്ല. ഇനി കോഴി ഉണ്ടെങ്കിൽ തന്നെയും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് നേർച്ചയാക്കുന്നതിന് പതിവ് നമ്മുടെ നാടുകളിലില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു, കുറെ ആടുകൾ നേർച്ചയായി വന്നിട്ടുണ്ട്, കോഴികൾ നേർച്ചയായി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കിയാൽ പഴയ കാലത്ത് നമ്മുടെ നാടുകൾ എന്താണ് നടക്കാറുള്ളത്? റബീഉൽ ആഖിർ മാസം വരുമ്പോൾ നാം ഒരു മുതഅല്ലിമിനെ പള്ളിയിലെ ഉസ്താദിനെ അല്ലെങ്കിൽ പള്ളിയിലെ ഒരു മുതഅല്ലിമിനെ വിളിച്ചിട്ട് നാം അവിടുത്തെ മൗലിദ് ഓതിയിട്ട് ദുആ ചെയ്യിപ്പിക്കാറാണ്, ഭക്ഷിപ്പിക്കാറാണ് പതിവ്. അങ്ങനെയാണ്. അല്ലാതെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കോഴി നേർച്ചയാക്കൽ അത് ബഹുദാനം കൊണ്ടുപോയി കൊടുക്കാറില്ലല്ലോ. അപ്പോ ചില ആളുകൾ ഇപ്പോ ചോദിക്കും, എന്തിനാ പള്ളിയിൽ നിന്ന് ഉസ്താദിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ കാര്യങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോഴി അറുത്ത് ഭക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ ഉറുപ്പ്, നാട്ടിലെ ഉറുപ്പ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കോഴി നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മാസം വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത മാസങ്ങളിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അറുത്ത് ബിസ്മില്ലാഹ് അറുത്തതിന്റെ ശേഷം നാം അവിടുത്തെ മൗലിദ് ഓതിയിട്ട് ഭക്ഷിപ്പിക്കാറാണ് പതിവ്. ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് പള്ളിയിൽ നിന്ന് മുതാലികൾ വിളിക്കുന്നു? അതിന് സൂക്ഷ്മതയുടെ വശം കൂടിയാണ്. ഒരു മുതാലിമിനെ പള്ളിയിലെ ഉയരെ മുസ്ലിമിനെ വിളിച്ചാൽ അതിന് സൂക്ഷ്മതയുടെ വശം കൂടിയുണ്ട്. നാട്ടിലെ ഉറുഫ് പതിവ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മദ്ഹ് പറഞ്ഞ് അവിടുത്തെ മൗലിദ് ഓതി നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാനാണ് എങ്കിലും നേർച്ചയാക്കിയ ജീവിയാണല്ലോ, അതുകൊണ്ട് നേർച്ചയാക്കിയ ആളുകൾക്ക് ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പഴയകാലത്തുള്ള നമ്മുടെ ഉപ്പാപ്പമാർ ചെയ്തിരുന്ന ഒരു പതിവാണ്, ഒരു കോഴിയെ നേർച്ചയാക്കിയാൽ എല്ലാവരും കൂടി കഴിക്കാനുണ്ടാവില്ലല്ലോ. ഒരു കോഴിയെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ ഒരു മുതഅല്ലിമിനെ വിളിച്ച് ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കോഴി ഫുള്ള് കറി അതുപോലെ തന്നെ പത്തിയ ഉണ്ടെങ്കിൽ എല്ലാം മുതഅല്ലിമിനെ വെച്ച് കൊടുക്കുന്നു. അതൊക്കെ മുതഅല്ലിമിനാണ് കൊടുത്തു. പിന്നെ മുതഅല്ലിമ് മുലയിലുണ്ട് അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് തിരിച്ചു തരുന്നു. അതെന്തായി, നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് വന്നാൽ തന്നെയും അത് നാം മുതഅല്ലിമിന് കൊടുക്കുന്നു. മുതഅല്ലിമ് ചെയ്യുന്നു, അല്പം കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അപ്പൊ പ്രശ്നമില്ല. ഈ ഒരു വർഷം കൂടി വെച്ചിട്ടാണ് നാം പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ മദ്രസകളിൽ നിന്നുമൊക്കെ ഉസ്താദുമാരെ വിളിച്ചിട്ട് നാം മൗലിദ് ഓതുന്ന പതിവ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നേർച്ചയാക്കുന്ന പതിവില്ല. അതുപോലെ തന്നെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കുത്തിയത്ത് നമ്മുടെ നാടുകളിൽ എല്ലാ വീടുകളിൽ എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. എല്ലാം മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് അടങ്ങുന്ന ബൈത്താണ് കുത്തിയത്തിലുള്ളത്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് നാം ആ ശൈഖ് ജീലാനി തന്നോട് അങ്ങോട്ട് എടുത്താൽ യസൂറുഹു കുല്ലു മുസ്താഖിൻ വലാകിനഹു ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ അബ്ദുൽ ഖാദിർ ജീലാനി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മഹബ്ബത്ത് വെക്കുന്ന ഇഷ്ടജനങ്ങൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, ചില ആളുകൾ ബഗ്ദാദിലേക്ക് ധ്യാനത്തിന് പോവാറുണ്ട്. യസൂറുഹു കുല്ലു മുസ്താഖിൻ, സാമ്പത്തിക ശേഷിയുള്ള അതിന് പ്രത്യേകം തൗഫീഖ് ലഭിച്ച ആളുകൾ ആഗ്രഹിച്ചുകൊണ്ട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഖബർ സിയാറത്തിന് വേണ്ടി പോവാറുണ്ട്. എന്നാൽ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് തന്നെ അങ്ങോട്ട് പോകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്ക് യസൂറുഹു കുല്ലു മുസ്താഖിൻ വലാകിനഹു ഫീ ബൈതിഹി ഖദ് യുലാഖി മുഹിയദ്ദീൻ. ഖുദ്രിയത്തിന്റെ സദസ്സുകളിലുമല്ലാത്ത സദസ്സുകളിലും പാതിരാ സമയത്തുമൊക്കെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് സംസാരിക്കാൻ അഭിമുഖീകരിക്കാൻ ചാൻസ് ലഭിക്കുമെന്നാണ് മഹാനായ സദഖത്തുല്ലാഹി ഖാഹിരി ഖുദ്രിയത്തിന്റെ റീതിയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ഖുദ്രിയത്ത് ചൊല്ലാൻ പറ്റുന്നതോടുകൂടി ഒരു വിരുദായിട്ട് തന്നെ ചെല്ലാം. നമ്മുടെ ദോഷം കുറപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് പറ്റിയ മഹാനാണ്, വലിയ നേതാവാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അത് ചെറുപ്പത്തിൽ തന്നെ വലിയ സൂക്ഷ്മതയുള്ള മഹാനാണ്.
ഉമ്മയുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിരുന്ന മഹാനായിരുന്നു. ഉമ്മയുടെ മോനെ ഈ കളവ് പറഞ്ഞു പോകരുത്. ഉമ്മയുടെ നിർദ്ദേശം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം 100% അംഗീകരിച്ച മഹാനാണ് മഹാനായ ശൈഖ് നിലാനി റളിയല്ലാഹു അൻഹു. വലിയ ബഹുമാനമുള്ള മഹാനാണ്. അതുകൊണ്ടല്ലേ മഹാനായ അബൂ അബ്ദുല്ലാ മുഹമ്മദ് തമീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ശരീക്കായി കൂട്ടുകാരനായി പഠിച്ചിരുന്ന വ്യക്തിയാണ് മഹാനായ ശൈഖ് നിലാനി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ഇബ്നു സഫാ എന്ന വ്യക്തി. ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള പരിപാടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഹാന്മാരെ സിയാറത്ത് നടന്നു. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് മദീനത്തേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനായ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, ലാ അദ്ഖുലുൽ മദീനത ഹത്താ യഅ്തനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മതം തരുന്നതുവരെ ഞാൻ മദീനത്തേക്ക് കടക്കില്ല, ഞാൻ ചുരുക്കി വിളിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി അബീബുദ്ദീൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 14 ദിവസത്തോളം കെട്ടി താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കിട്ടാൻ വേണ്ടി 14 ദിവസം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ അന ഫിദ്ദുന്യാ നബിയ്യുക വഫിൽ ആഖിറതി ശഫീഉക, ഞാൻ ദുനിയാവിൽ നിന്റെ നബിയാണ്, ആഖിറത്തിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ്. പക്ഷേ വഅലം അന്ന ഫിൽ യമനി അശ്റത അൻഫുസിൻ മൻ സാറഹും ഫഖദ് സാറനി വമൻ ജഫാഹും ഫഖദ് ജഫാനി. യമനിൽ 10 ആത്മാക്കളുണ്ട്. 5 പേര് ജീവിച്ചിരിക്കുന്നവരാണ്, 5 പേര് വഫാത്തായി പോയവരാണ്. അവരെ സന്ദർശിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല. മൻ സാറഹും ഫഖദ് സാറനി വമൻ ജഫാഹും ഫഖദ് ജഫാനി. അല്ലാഹു റളിയല്ലാഹു അൻഹുവോട് 10 പേരെയും സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ 10 പേരെയും സന്ദർശിച്ചു. അതിൽപ്പെട്ട് ജീവിച്ചിരിക്കുന്ന മഹാനായിരുന്നു മഹാനായ മുഹമ്മദ് ഇബ്നു ഹാരി റളിയല്ലാഹു അൻഹു. മഹാനായ യാഫീമാവിനെ കണ്ടപാട് മർഹബൻ ബിറസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച റസൂലിന് സ്വാഗതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യാഫീമാവിനെ മുഹമ്മദ് ഇബ്നു ഹാരി തങ്ങൾ സ്വീകരിച്ചിരുത്തി. ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് 14 ദിവസത്തോളം പിന്നെയും താമസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ടപ്പോൾ ഉദ്ഖുൽ ഫഇന്നക മിനൽ ആമിനീൻ, മോനെ കടന്നോ, നിനക്ക് കടക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുക്കുന്നു. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്താണ്. നാം എന്തെങ്കിലും ആവശ്യങ്ങൾ നേരിടുന്ന സമയത്ത് മഹത്തുക്കളുടെ മക്ബറയിൽ ചെന്ന് കുണ്ടൂർ ഉസ്താദിന്റെ കബറിൽ നാം ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ ഓമച്ച മുനീർ ബാബയുടെ കബറിൽ നാം ചെല്ലാറുണ്ട്. ശൈഖുൽ അവക്കൽ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ സംഗമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ക്ലാസിനിടയിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, സിയാറത്തിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നാം സിയാറത്തിന് പോകാറുള്ളത്. എന്നാൽ നാം ഉദ്ദേശിച്ച ആവശ്യങ്ങൾ സിയാറത്ത് മുഖേന നമുക്ക് കരസ്ഥമായിട്ടില്ലെങ്കിൽ പോലും സിയാറത്ത് ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമാണ്. ചില ആളുകൾ പറയും, ഞാൻ എത്രയായി സിയാറത്ത് നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. എങ്കിലും അത് വലിയ അനുഗ്രഹമാണ്, വലിയ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് മഹത്തുക്കൾ സിയാറത്ത് ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മഹാനായ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് തമീം തങ്ങൾ പറയുന്നു, അങ്ങനെ ഞങ്ങൾ 3 പേരും സിയാറത്ത് ചെയ്തുകൊണ്ട് ഒരു ഗൗസി എന്ന പേരിൽ അറിയപ്പെട്ടൊരു മഹാനുണ്ട് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോ യാത്രക്കിടയിൽ ഇബ്നു സഖ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട്. ഇബ്നു സഖ യാത്രയിൽ വേളയിൽ ഇങ്ങനെ പറയാം. അപ്പോ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് തമീം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരിക്കലും ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ എന്റെ കൈവശമുണ്ട് എന്ന് ഇബ്നു സഖ പറഞ്ഞപ്പോ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് തമീം പറയുന്നു, എനിക്കും ചില സംശയങ്ങളുണ്ട്, പക്ഷേ ഉത്തരം ലഭിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു,
ഞാൻ ആ മഹാന്റെ അടുത്തേക്ക് പോകുന്ന ചോദ്യം ചോദിക്കാനല്ല, സംശയങ്ങൾ തീർക്കാനല്ല, ആ മഹാനെ നേരിട്ടൊന്ന് കാണാനാണ്, അവിടുത്തെ വഴക്ക് നിലനിൽക്കാനാണ്. 3 പേരും കൂടി ഗൗസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ വ്യക്തി അവിടെയില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങളെ കണ്ടവാണ് ഈ സംഘടന മുഖത്ത് നോക്കി പറയുന്നു, മോനെ, എന്റെ സദസ്സിൽ വന്നിട്ട് എന്നോട് നീ ചോദിക്കാൻ വേണ്ടി കരുതിയ ചോദ്യങ്ങൾ ഇതാ, അതിന്റെ മറുപടി ഇതാ. ഇന്നീ എന്റെ മുഖത്ത് ഞാൻ കുഫറിന്റെ തീനാളം കാണുന്നു. ഈ മഹാൻ ഇബ്നുസഖയുടെ മുഖത്ത് നോക്കി പ്രവചനം നടത്തുകയാണ്. നിന്റെ മുഖത്ത് ഞാൻ കുഫറിന്റെ പ്രകാശത്തിന്റെ കുഫറിന്റെ തീ കാണുന്നു എന്ന് മഹാൻ ഇബ്നുസഖയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെയും ഉദ്ദേശശുദ്ധി പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ട് ഭൗതികത നിന്റെ മേൽ വന്നു വീഴുന്നതാണ്. എന്നാൽ ശൈഖ് ജീലാനി റളിയല്ലാഹുവിനെ കണ്ടപാട് ശൈഖ് ജീലാനി റളിയല്ലാഹു അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ആ ശൈഖ് ജീലാനി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്. ശേഷം വരാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുകയാണ്. സ്വീകരിച്ചിരുത്തുന്നു. പിന്നീട് ഔലിയാക്കൾ നേതാവാകുമെന്നും ബഗ്ദാദിൽ പ്രസംഗിക്കുമെന്നും സർവ്വ ഔലിയാക്കളുടെയും കേരളിക്ക് മീതെയാണ് എന്റെ കാലെന്ന് പറയുമെന്നും ശൈഖ് ജീലാനി റളിയല്ലാഹു പറയുമെന്നും ഈ മഹാൻ പ്രവചനം നടത്തുന്നു. പിന്നീട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഇത് തന്നെയല്ലേ ചില ആളുകൾ ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തേക്ക് തിരുവിന്റെ അടുത്ത് നിന്ന് 3 പേര് സിയാറത്തിന് പോയല്ലോ. فمن كراماته ما قيل حين أتى شخصان في حاجة من أرض كيتكرام. തിരൂരിനടുത്ത് കൈത്തകരായ നാട്ടിൽ നിന്ന് 2 പേര് ആലുവ അബൂബക്കർ മുസ്ലിയാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. فقال واحدهم إلا أولاد فلي قصد بكتبه أقليلي المطرام. അവർ 2 പേരും സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ട്രെയിനിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്, നമ്മൾ ഇത്രയൊക്കെ പൈസയൊക്കെ മുടക്കിയിട്ട് നമ്മൾ അവിടെ ചെന്ന് ആലുവായ റൂട്ടിനെ കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോ ഒരാൾ പറഞ്ഞു, നമുക്ക് കൊച്ചിയിലൊക്കെ പോയി അവിടെ കപ്പൽ തുറമുഖ സാന്നിധ്യം കണ്ട് മടങ്ങാം എന്തായാലും നമ്മുടെ പണം നമുക്ക് മുതലാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 2 പേരും ആലുവായ അബൂബക്കർ അടുത്തേക്ക് അങ്ങ് ചെന്നപ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങൾ കൊച്ചിയിലേക്ക് പോയിക്കോളൂ. ഇതുപോലെ മഹാനായിരുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെയും ഈ 3 സംഘത്തെയും കണ്ട സമയത്ത് ഈ മഹാൻ ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചനം നടത്തുകയാണ്. ഇബ്നുസഖ് എന്തുണ്ടായി? അന്ന് എല്ലാ വിഷയങ്ങളിലും എല്ലാ വിജ്ഞാന ശാഖകളും കരസ്ഥമാക്കി കൂട്ടുകാരെയൊക്കെയും കുട്ടുകുത്തിക്കുന്ന രൂപത്തിൽ വലിയ കഴിവ് ഇബ്നുസഖ് നേടിയെടുത്തു. അങ്ങനെ ഖലീഫയുടെ സ്വന്തക്കാരനായി മാറി, ഭരണാധികാരിയുടെ സ്വന്തക്കാരനായി മാറി. ആ ഇടയ്ക്കാണ് റോമൻ നാട്ടിലേക്ക് ഖലീഫയെ ക്ഷണിച്ചുകൊണ്ട് ഒരു ക്ഷണം വരുന്നു. അങ്ങനെ ഖലീഫക്ക് പകരമായി ഇബ്നുസഖ് പുറപ്പെട്ടു. ഇബ്നുസഖയുടെ കഴിവ് കണ്ടിട്ട് ഈ രാജാവ് ഇബ്നുസഖെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ അവിടെയുള്ള എല്ലാ ക്രിസ്തു പണ്ഡിതന്മാരും ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ ഒരു സംവാദത്തിന് വേദികൂട്ടി. അങ്ങനെ ആ സംവാദത്തിൽ എല്ലാ ക്രിസ്തു പണ്ഡിതന്മാരും ഇബ്നുസഖയുടെ മുന്നിൽ മുട്ടുമടക്കി. അതിനിടയിലാണ് വലിയ സ്വീകരണം രാജാവിന് മുന്നിൽ കിട്ടിയെങ്കിലും അതിനിടയിലാണ് അല്ലാഹുവിന്റെ സാദിഖായ ഖലാവ് ഇബ്നുസഖയെ തേടിയെത്തുന്നു. ആ രാജാവിന്റെ സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ ഇബ്നുസഖ് ഇടയാവുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടി എങ്ങനെയെന്ന് വശത്താക്കണമെന്ന് മനസ്സിൽ പ്ലാനിട്ട് രാജാവിനോട് പറഞ്ഞു. രാജാവ് പറഞ്ഞു, കല്യാണം കഴിച്ചിടാം, പക്ഷേ ക്രിസ്തു മതത്തിലേക്ക് പോരണം. അങ്ങനെ ഇബ്നുസഖ് ആ പെണ്ണിന് വേണ്ടി ക്രിസ്തു ഇസ്ലാം മതം ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അബൂ അബ്ദില്ല മുഹമ്മദ് തമീം റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ പ്രവചനം പോലെ നടന്നു. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് തന്നെ മഹാന്മാരുടെ മുന്നിൽ ഏത് രൂപത്തിൽ ചെല്ലണം, എന്താണ് നെയ്യത്ത്, ഏത് രൂപത്തിലാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെയും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനറിയാം.
ആ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചുകൂടിയവരാണ് നാം. എന്തിനാണ്? മറ്റുള്ള ഔലിയാക്കൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണല്ലോ 1000 പ്രാവശ്യം ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു വിളിക്കുവായിരുന്നു. അല്ലെങ്കിൽ ചില സദസ്സുകളിൽ 250 പ്രാവശ്യം വിളിക്കാറുണ്ട്. യാ ഗൂഥു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒറ്റ വിളിയിൽ തന്നെ 4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 250 പ്രാവശ്യമാക്കാറുണ്ട്. എന്നാൽ കുണ്ടൂർ ഉസ്താദ് ചില ആളുകൾ ഇതാക്കി കൊടുത്തത് 100 പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ്. യാ ഗൂഥു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 100 പ്രാവശ്യം വിളിക്കാൻ വേണ്ടി. ഇങ്ങനെ പല രൂപത്തിലുമുണ്ട്. 1000 പ്രാവശ്യം വിളിക്കുന്ന സദസ്സും ഉണ്ടാവാറുണ്ട്. പക്ഷെ മറ്റുള്ള ഔലിയാക്കൾക്കൊന്നുമില്ലാത്ത ഈ രൂപത്തിൽ വിളി മഹാന്മാരായിരുന്ന പണ്ഡിതന്മാർ പറയുന്നു. മഹാനായ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് ഫിരിയുൽ ഖാത്തിറിൽ കാണാം, ഒരു ഉമ്മാമ തന്റെ മകൻ പുഴയിലകപ്പെട്ടുകൊണ്ട് മഹാനായ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വരുന്നു. മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, എന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മകൻ പുഴയിൽ പോയിട്ടുണ്ട്, എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം. പക്ഷേ ഉമ്മാമ പറയുന്നത് ഇത്തിഖാദി, എനിക്ക് ഉറപ്പാണ് ലാസിമുൻ, എന്റെ കുട്ടിയെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ആ വിശ്വാസത്തോട് കൂടിയായിരിക്കണം വിളിക്കേണ്ടത്. നാം 1000 പ്രാവശ്യം വിളിക്കും, പക്ഷെ നമുക്ക് ആയി എന്ന രൂപത്തിലാണ് നാം വിളിക്കാറുള്ളത്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാടുകളിൽ ഹിസ്തുമാരെല്ലാറുണ്ടായിരുന്നു, വഹീദിമാരെല്ലാറുണ്ടായിരുന്നു. അള്ളാഹും സുദിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അതിൽ ചെയ്ത വേദാന്താർ ഇതും ചെറുതായിട്ട് നമ്മുടെ വീടുകളിൽ ചെല്ലാറുണ്ടായിരുന്നു. ഇന്ന് മദ്രസകളിൽ നിന്ന് കേൾക്കാം, പള്ളികളിൽ നിന്ന് ആളുകൾ കേൾക്കാം. അതുപോലെ തന്നെ പ്രസവേദന ഉണ്ടാകുന്ന സമയത്ത് വിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മേല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉന്നു ഫദ്ദലുന്നു ഖദ്ദമുന്നൂറുള്ള മുസിലും മുഹൈമിനും ബല്ലിഗുൻ സൈദുല്ലാഹ്. പ്രസവവേദന ഉണ്ടാകുന്ന സമയത്ത് നബീസുമാല ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലുന്നു. ഇത് ചൊല്ലുന്നതിൽ സുഖമായി പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോ അഥവാ ഏതെങ്കിലും വീടുകളിൽ നബീസുമാല ചൊല്ലാൻ തുടങ്ങിയെങ്കിൽ തന്നെ അവരുടെ മനസ്സിലുള്ളത് വണ്ടി മുറ്റത്ത് നിർത്തിയിട്ടാണ് ചൊല്ലാൻ തുടങ്ങാറുള്ളത്. അഥവാ പ്രസവിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഓടാമെന്ന് കരുതിയിട്ടാണ് ചൊല്ലാൻ തുടങ്ങാറുള്ളത്. സർവ്വാളുകൾക്കും വിശ്വാസം കുറഞ്ഞുപോയി. അതിനൊക്കെയും പുറമെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാവാൻ 100% യോഗ്യനായ വ്യക്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ബൈനഹും അബുൽ ജിറാബി വഹം മുശൈഖി ഉസ്മാനി. എല്ലാ ആളുകളും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പല ചെയ്യപ്പെട്ട് തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. തമന്ന കിതാബുല്ലാഹി അവ്വല ലൈലത്തി വആഖിറുഹാ ലാഖാ ഇമാമുൽ മഖാദിരി. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ശത്രുക്കളുടെ വാളിനിരയായി ഷഹീദായ വ്യക്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ആ മകൾ വഫാത്തായി പോയി. മറ്റൊരു മകളെയും കല്യാണം കഴിച്ചു കൊടുത്തു. ആ മകൾ വഫാത്തായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ അന്നലനാ സാലിസ ലസവ്വജ്നാക യാ ഉസ്മാൻ. എനിക്ക് മൂന്നാമതൊരു മകൾ കൂടിയുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചു തരുമായിരുന്നു. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ ജനങ്ങളൊക്കെയും ടെൻഷനടിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾക്കൊക്കെയും ഒരു വിഷമമാണെങ്കിൽ ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ബൈനഹും. എനിക്ക് 2 വിഷമമാണുള്ളത്. ഒന്ന് ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായ വിഷമമാണെങ്കിൽ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് നൽകിയ വട്ടി നഷ്ടപ്പെട്ടു പോയി, ബറക്കത്തിന്റെ വട്ടി നഷ്ടപ്പെട്ടു എന്നതാണ്. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഇമാമുല്ല അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിത്ന കുറുമ്പോൾ പറക്കുയർന്നു പോകുന്നതാണ്. ഇന്ന് നബീസത്തുമാല ചൊല്ലിയാൽ അഥവാ ഒരു പക്ഷേ നമുക്ക് പരിഹാരം ലഭിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി പ്രധാനമായ കാരണം എന്താണെന്ന് അറിയുമോ? നമുക്ക് വിശ്വാസം കുറഞ്ഞുപോയി.
മറ്റൊരു കാരണം ഫിത്ന കൂടി എന്നതാണ്. അപ്പോൾ കുത്തുബിയത്തിന്റെ സദസ്സിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു വിളിക്കുന്ന സമയത്ത് അത് വലിയൊരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കണം. അതോടുകൂടി എന്റെ പ്രശ്നം ശൈഖ് ജീലാനി തങ്ങളോട് പറഞ്ഞാൽ അതിന് പരിഹാരം ലഭിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടായിരിക്കണം ശൈഖ് ജീലാനി റളിയല്ലാഹു വിളിക്കേണ്ടത്. ഈ ഉമ്മാം എന്ന് പറയുന്നത് എന്റെ വിശ്വ എനിക്ക് 100% ഉറപ്പുണ്ട്, എന്റെ കുട്ടിയെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയും. ശൈഖ് ജീലാനി റളിയല്ലാഹു പറഞ്ഞു, എന്നാ വീട്ടിൽ ചെന്ന് നോക്ക്, വീട്ടിൽ കുട്ടി എത്തിയിട്ടുണ്ടാവുന്നു. ഈ ഉമ്മാമ സന്തോഷത്തോടെ വീട്ടിലെത്തി. പക്ഷെ കുട്ടി വീട്ടിലെത്തിയിട്ടില്ല. ഉമ്മാമ തിരിച്ച് രണ്ടാമത് വരുന്നു ശൈഖ് ജീലാനി റളിയല്ലാഹുവിനടുത്തേക്ക്. അപ്പൊ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ പോയാൽ കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. രണ്ടാമത് പോയ സമയത്ത് കുട്ടി വീട്ടിലെത്തിയിട്ടില്ല. മൂന്നാമത് വന്നുകൊണ്ട് ഈ ഉമ്മാമ പറഞ്ഞു, കരഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുട്ടിയെ തിരിച്ചു കിട്ടാതെ ഞാൻ കൊടുത്തു പോകില്ല. ചില ആള് പഴയ കാലത്തൊക്കെ മമ്പുറത്തൊക്കെ ചെന്നാല് എന്താ പറയാനുള്ളത്, എന്റെ രോഗം സുഖപ്പെടാതെ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഞാൻ കൊടുത്തു പോകില്ലെന്നാ പറയുന്നത്. നേരിട്ട് ഇസ്തിഗാസ തവസ്സുല് ചെയ്യാറില്ല. തവസ്സുല് ചെയ്യാം, പക്ഷെ തവസ്സുലിലേക്കാണ്. തവസ്സുലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തവസ്സുലാക്കാം. മക്ബറയിൽ ചെന്നാൽ നേരിട്ട് അവരോട് വിഷയങ്ങൾ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് കഴിവുകൊണ്ട് അവർ നമ്മെ സഹായിക്കണം. നാം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മമ്പുറത്താണ് കൂടുതലാണ്. എന്റെ മോളെ സുഖപ്പെടാതെ ഇത് പോരാം നേരിട്ട് പറയലാണ്. അത് അവരുടെ വിശ്വാസം നിരക്കാണ്. ഞാൻ കൊടുക്കും മമ്പുറത്ത് പാപ്പാന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞി പറയലാണ്. ഇന്ന് നമ്മൾ ആരും അങ്ങനത്തെ ഒരു പറച്ചിലുണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ തവസ്സുലാക്കി വാങ്ങി, അത് സുന്നത്ത് തന്നെയാണ്. അതും അതിൽ നേടാൻ വിഷയങ്ങൾ നേടിയെടുക്കാൻ വഴി തന്നെയാണ്. പക്ഷെ അവരുടെ ഹലത്തിൽ ചെല്ലുമ്പോൾ നാം അവരോട് നേരിട്ട് ചോദിക്കണം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് പറഞ്ഞു, ഇനി പ്രശ്നത്തിന് പരിഹാരമില്ലാതെ എന്റെ കുട്ടിയെ തിരിച്ചു കിട്ടാതെ ഞാൻ പോകില്ല. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തലയെ താഴ്ത്തി. അല്പസമയം കഴിഞ്ഞതിന് ശേഷം തലയെ ഉയർത്തിയിട്ട് ഈ പെണ്ണിനോട് പറയുന്നു, ഉമ്മാ ഇപ്പൊ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, നിങ്ങളുടെ വീട്ടിൽ കുട്ടി എത്തിയിട്ടുണ്ട് ഉമ്മാ. വിഷയം വളരെ പൂർണ്ണമായിട്ടങ്ങ് പറഞ്ഞപ്പോ ഉമ്മാമ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്ന് പറയട്ടെ, ദിവസങ്ങൾക്ക് മുമ്പ് അതേ പുഴയിൽ അകപ്പെട്ട് മരിച്ചുപോയതായിരിക്കുന്ന ഭൗതിക ശരീരം പോലും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ കുട്ടി വീട്ടിലതാ പുഞ്ചിരിച്ചിരിക്കുന്നു, പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം പറയാൻ വേണ്ടി ഉമ്മാമ തിരിച്ചു വരുന്നു. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചിലപ്പോ ചികിത്സക്ക് ചെന്നാല് എന്ത് ചെയ്യും, വിഷയങ്ങളൊക്കെ പറയും. പിന്നെ ശരിയായിട്ടാണെങ്കിൽ അറിയാൻ അവമാണ് വേണം. വിഷയത്തിൽ നമ്മൾ ആരെയും ശ്രമിപ്പിച്ച ഉസ്താദുമാരെടുത്തോ തങ്ങന്മാരെടുത്തോ പോയാൽ അത് 100% ഓക്കെ ആയാലും സന്തോഷം അറിയിക്കാൻ വേണ്ടി വരണം. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനടുത്ത് സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നപ്പോ സന്തോഷപൂർവ്വം പെണ്ണിനെ തിരിച്ചയച്ചു. തിരിച്ചയച്ചതിന്റെ ശേഷം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അംഗ ശുദ്ധീകരണം വരുത്തി. പടച്ച റബ്ബിനോട് പറയുന്നു, അന അബ്ദുക, പടച്ച അബ്ദുക ദഈഫ്, ഞാൻ നിന്റെ താഴെ, ഞാൻ നിന്റെ വിനയമുള്ളതായിരിക്കുന്ന അടിമയാണ്. നീ എന്റെ റബ്ബാണ്. അന്ത റബ്ബി, നീ എന്റെ റബ്ബാണ്. ഞാൻ ഈ പെണ്ണിനോട് 3 പ്രാവശ്യം പറയേണ്ടി വന്നല്ലോ. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴാണല്ലോ പടച്ച റബ്ബേ നീ ഈ കുട്ടിയെ ജീവിപ്പിച്ചത്. ഇത്രയും സമയം ചെലവഴിച്ചതിനെന്തായി ബാക്കിൽ എന്താണുള്ളത്, ഹിക്മത്ത് എന്താണ് എന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോ പടച്ചോ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യവും നീ വീട്ടിലെത്താൻ പറഞ്ഞപ്പോ 3നും ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിയെ മത്സ്യം തിന്നിട്ട് പല മത്സ്യങ്ങളുടെയും വയറ്റിലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എത്താൻ വേണ്ടി പറഞ്ഞപ്പോ ഇതിനൊക്കെ മലക്കൂട് മുഖേന ഒരുമിച്ച് കൂട്ടി. രണ്ടാമത് ഞാൻ ജീവൻ കൊടുത്തു. 3ാമത് ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ വീട്ടിലെത്തിയത്. അപ്പൊ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയും, ഇക്കാണുന്ന ആകാശങ്ങളും ഭൂമികളും അർദ്ധ സെക്കൻഡുകളെ കൊണ്ടും അർദ്ധ സെക്കൻഡുകളെ കൊണ്ടും മൈക്രോ സെക്കൻഡുകളെ കൊണ്ടും ഉണ്ടാക്കാൻ കഴിവുള്ള നീ ഒരു കുട്ടിയെ ജീവിപ്പിക്കാൻ ഇത്ര സമയം വേണമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അർഹമുറാഹിമായ
അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ അബ്ദുൽ ഖാദിർ, നിന്റെ കൽബ് വേദനിച്ചു അല്ലേ, നിന്റെ കൽബ് വിഷമിച്ചു അല്ലേ? എന്നാൽ അതിന് പകരമായി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, വെള്ളിയാഴ്ച ദിവസം നിന്റെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ നീ നോക്കിയാൽ യകൂനു വലിയ മുനൽ ഔലിയാ, അവരെയൊക്കെയും ഔലിയാക്കളാക്കാൻ വലിയാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം നീ ഭൗതികമായിരിക്കുന്ന കണ്ണുകൊണ്ട് മണ്ണിനെ, ഭൂമിയുള്ള മണ്ണുകളെ നോക്കിക്കഴിഞ്ഞാൽ, കല്ലുകളെ നോക്കിക്കഴിഞ്ഞാൽ അതിനെയൊക്കെയും സ്വർണ്ണമാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ടൊന്നും എനിക്ക് പ്രത്യേക നേട്ടങ്ങളില്ല. ഇവിടത്തെ കല്ലുകളും മണ്ണുകളും സ്വർണ്ണമാക്കിയത് കൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല. ഈ സമയത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ ജഅൽതു അസ്മാഅക മിഥ്ല അസ്മാഇ, എന്റെ പേരിന്റെ അതേ സ്ഥാനം നിന്റെ പേരിലേക്കും ഞാൻ നൽകുകയാണ്. അർഹമുറാഹിമായ റബ്ബിന് സ്വഹീഹായ ഹദീസുകളിലുള്ള 99 പേരുകളുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ പറയുന്നു, പടച്ച റബ്ബിന് 4000 പേരുകളുണ്ട്. ഫഖ്റുദ്ദീൻ റാസിഖ് തഫ്സീറുൽ കബീറിൽ പറയുന്നു 5000 പേരുകളുണ്ട്. 1000 പേര് തൗറാത്തിലാണ്, 1000 പേര് സബൂറിലാണ്, 1000 പേര് ഇഞ്ചീലിലാണ്. സ്വഹീഹായ ഹദീസുകളിലും ഖുർആനുകളിലും 1000 പേരുകളുണ്ട്. ബാക്കിയുള്ള പേരുകൾ ലൗഹുൽ മഹ്ഫൂദിലാണ്. ഫഖ്റുദ്ദീൻ റാസിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ജഅൽതു അസ്മാഅക മിഥ്ല അസ്മാഇ, നിന്റെ പേരുകൾക്ക് എന്റെ പേരിന്റെ അതേ സ്ഥാനം ഞാൻ നൽകുകയാണ്. വമൻ ഖറഅ അസ്മാഅക കമൻ ഖറഅ അസ്മാഇ, നിന്റെ പേര് ആരെങ്കിലും പാരായണം ചെയ്താൽ, നിന്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ അത് എന്റെ പേരിന്റെ മഹത്വമാണ്. അതെ, അർഹമുറാഹിമായ റബ്ബിന്റെ പേര് ആത്മാർത്ഥതയോടുകൂടെ ഒരാൾ വിളിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ പടച്ച റബ്ബ് ഉത്തരം തരുമല്ലോ. ഇതുപോലെ മഹാനായ ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളുടെ പേരിലേക്കും അർഹമുറാഹിമായ റബ്ബ് വലിയ സ്ഥാനം നൽകി. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, വലിയ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മുടെ ഉമ്മാമാരും നമ്മുടെ ഉപ്പാപ്പമാരും ഒക്കെ മഗ്‌രിബിന്റെ ഇടയിൽ എന്തിനായിരുന്നു മാല ചൊല്ലിയിരുന്നത്? മൊഴിയൊന്നും കളയാതെ പിളയാതെ സ്വന്തോർക്ക് മണിനാടൻ സ്വർഗത്തിൽ നാഥൻ കൊടുക്കുമേ. തെറ്റുകൂടാതെ ആദ്യം മുതൽ അവസാനം വരെ മുഹീദ്ദീന്മാരെ പാരായണം ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് അത് ഈ മുഹമ്മദ് തങ്ങൾ പറയുന്നത്, നാളെയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? സജ്ജനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇബാദത്ത് അതെ അവനെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ശൈഖ് ജീലാനി തങ്ങളെ സ്നേഹിച്ചാൽ, ശൈഖ് ജീലാനി തങ്ങളോട് മഹബത്തുണ്ടായി കഴിഞ്ഞാൽ ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. മൻ അഹബ്ബ ശൈഅൻ ഫഖദ് അക്തറ ദിക്റഹു, ഒരു വസ്തുവിനെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പ്രകൃതി തേടുന്നൊരു വിഷയമാണ്. ശൈഖ് ജീലാനി തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദോഷം പൂർത്തിക്കുമെന്ന് നേതാവ് പറഞ്ഞിട്ടുമുണ്ട്. ഈ രൂപത്തിൽ ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് വധുവുള്ള അവിടുത്തെ മാല ചൊല്ലിയാൽ, കുത്തുബിയത്ത് നടത്തിയാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ മർഉ മഅ മൻ അഹബ്ബ, മോനെ നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ്. അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ 10 വർഷത്തെ ഖാദിമാണ് തങ്ങളുടെ. എന്നാൽ ഈ 10 വർഷത്തിനിടയിൽ ഇത്രത്തോളം എന്റെ മനസ്സ് സന്തോഷിച്ച ഒരു സമയമുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ്. ഇത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു പോയി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ നാം സ്നേഹിക്കുന്നുണ്ട്, നാം ബഹുമാനിക്കുന്നുണ്ട്, അവിടുത്തെ മദ്ഹുകൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടി? അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോ ചില ആളുകൾ ചോദിക്കും,
മാലങ്ങൾ ചൊല്ലിത്താൻ മതിയോ? നിസ്കരിച്ചൊന്നും പാട് നോക്കുന്നതാണ്. അതതിനർത്ഥമില്ല. നിസ്കരിക്കണം, നോമ്പെടുക്കണം, അള്ളാഹു കൽപ്പിച്ചതൊക്കെയും പ്രവർത്തിക്കണം, അള്ളാഹു വിരോധിച്ചതൊക്കെയും കൈവടിയണം. എന്നാൽ അതോടുകൂടി മഹാന്മാരെ സ്നേഹിക്കണം. മഹാന്മാർക്ക് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ ആകത്തുക. അതിനുശേഷമായിരിക്കട്ടെ കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അതിനുശേഷമായിരിക്കട്ടെ വിരോധനം കൈവടിയേണ്ടത്. മാത്രമല്ല, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുള്ള മസ്ജിദ് ഖുബായിൽ ഒരു ഇമാമിനെ നിർത്തി. ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ നമ്മുടെ ഇമാമിന്റെ സ്ഥിതി, എങ്ങനെയുണ്ട്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അദ്ദേഹം എല്ലാ നിസ്കാരങ്ങളും മഗ്‌രിബിനും ഇശാക്കും സുബ്ഹിക്കും ഒക്കെ 2 സൂറത്തുണ്ട്. എല്ലാ നിസ്കാരങ്ങളിലും നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്ത് രണ്ടാം റക്അത്തും 2 സൂറത്ത് ഓതുന്നതിൽ ഒരു സൂറത്ത് അല്ലാഹു അക്ബർ സൂറത്താണ്. ഞങ്ങൾ പല സമയത്തും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നിരിക്കൽ ഒരു സൂറത്ത് മാത്രം ഓതുക. അല്ലാഹു അക്ബർ സൂറത്ത് ഞങ്ങൾ കേട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ പറയുകയാണ്, അതോടുകൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരാൾ ഇമാമ നിൽക്കുന്നത് ഞങ്ങളുടെ മനസ്സിലാണെങ്കിലോ വെറുപ്പാണ്. ഞങ്ങൾക്ക് അദ്ദേഹം ഇഷ്ടപ്പെട്ട ഇമാമ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ കുഴപ്പമുണ്ട്. ഇമാമിനെ വിളിച്ചു വരുത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് ഇമാം പറയുന്നു, ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ, ഞാൻ അല്ലാഹുവിനെ തൗഹീദ് പഠിപ്പിക്കുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് എന്റെ മനസ്സിൽ വല്ലാത്ത താല്പര്യമാണ് എനിക്ക്. ഞാൻ ആ സൂറത്തിന് ഇഷ്ടം വെക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിന്റെ ആ സ്നേഹമല്ലേ, ഹുബ്ബുക ഇയ്യാഹ സൂറത്തുൽ ഇഖ്ലാസിൽ സ്നേഹിക്കുന്നതല്ലേ, ആ സ്നേഹം അദ്ഖലകൽ ജന്ന, നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഇവിടെയും ചോദിക്കാം, നിസ്കരിക്കണ്ടേ, നോമ്പെടുക്കണ്ടേ? ആ സ്നേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. നാളെ പടച്ചറബിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഖലോകം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞല്ലോ, ഉപ്പമാര് മക്കളെ ഓർക്കാത്തൊരു സമയമുണ്ട്, മക്കള് വാപ്പമാരെ ഓർക്കാത്തൊരു സമയമുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്വാഹിബത്തിഹി വബനീഹി. ബാപ്പമാര് മക്കളെ കാണുന്ന സമയത്ത് ഓടിയോടി പോയാണ്, മക്കളെ കാണുന്ന സമയത്ത് ബാപ്പമാര് ഓടിയോടി പോയാണ്. ഈ സമയത്ത് നമ്മെ രക്ഷപ്പെടുത്താനുള്ള നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇമാം ദൈലവി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഹുബ്ബി വഹുബ്ബു അഹ്ലി ബൈത്തി, എന്നോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് 7 സ്ഥലങ്ങളിൽ അവർക്ക് ഉപകാരം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്ന് ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്താണ്. മുഅ്മിനായി പ്രസവിക്കപ്പെട്ട ചില ആളുകൾ, മുഅ്മിനായി ജീവിക്കുന്ന ചില ആളുകൾ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിച്ചു പോകുന്നുണ്ട്. അല്ലാഹ് കാക്കട്ടെ. മഹാന്മാരെ കുറ്റം പറയുന്ന ആളുകൾ പള്ളിയിൽ സജീവമായിരിക്കും, ജമാഅത്തിന് സജീവമായിരിക്കും, പക്ഷേ സയ്യിദന്മാരെ കുറ്റം പറയുന്നവരായിരിക്കാം, ബഹുമാനിക്കുന്നവരായിരിക്കില്ല, പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവരായിരിക്കും. അതോടുകൂടി ശൈഖ് ജീലാനി തങ്ങളുടെ പേരിൽ ഉത്ബിയത്തിന്റെ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ, അവിടുത്തെ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ നിസ്സാരതയോടെ, നിന്ദതയോടെ അതിനെ പരിഹസിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷ എന്താണ്? സാമ്പത്തികമായ പ്രശ്നമല്ല കൊടുക്കുന്നത്, അതേ മറ്റുള്ള ഒരു പ്രശ്നവുമല്ല അവർ കൊടുക്കുന്നത്. നേരെ മറിച്ച് മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതേ മുസ്ലിമായ മനുഷ്യൻ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവനെ സഹായിക്കാൻ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ഇബ്ലീസുൽ ലഈൻ അവന്റെ ഈമാൻ തട്ടിയെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന്
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓരോ മുഅ്മിനായ മനുഷ്യരെടുത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുമെന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയതായി കാണാം. ഹുബ്ബി വഹുബ്ബു അഹ്ലി ബൈത്തി നാഫിയത്തുൻ ഫീ സബഅത്തി മവാത്തിന. 7 സ്ഥലങ്ങളിൽ അത് ഉപകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതേ എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, മരിക്കുന്ന സമയത്ത് മഹാനാഥ സഹായം നമുക്ക് വേണം. അവരിൽ വെച്ചുകൊണ്ട് സഹായം വേണം. 7 സ്ഥലങ്ങളിൽ മറ്റൊരു സ്ഥലമായി അവരിൽ വെച്ചുകൊണ്ടാണ്, അവരിൽ വെച്ചുകൊണ്ടാണ്, വിചാരണയുടെ സമയത്താണ്, സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയത്താണ്. ആ സമയത്തൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം നമുക്ക് വേണം. മഹാന്മാരുടെ സഹായം നമുക്ക് വേണം. മഹദിമാരുടെ സഹായം നമുക്ക് വേണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ദുആഇന്റെ ഇജാബത്തുള്ള സദസ്സാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ സർവ്വ സദസ്സുകളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് നേർച്ചയാക്കിയവരുണ്ട്, സംഭാവന തന്നവരുണ്ട്, ഈ സദസ്സിൽ പങ്കെടുത്ത ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും ഹസനാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും അവർ തന്നതിന് അല്ലാഹു തആല പകരം കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്തു നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.